സാധാരണ ആരോഗ്യമുള്ള ഒരാളല്ലല്ലോ, വയസ്സായ ഒരാളല്ലേ. അപ്പോൾ അത് നീ അങ്ങനത്തെ ഇത് വിചാരിച്ച് വഴിയിൽ ഇറക്കി വിട്ടോന്ന്, അത് അങ്ങനെയാണ് സാധ്യത ഉണ്ടല്ലേ. സുഹൃത്തുക്കളെ, മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിലെ റുക്കിയ ഉമ്മയെ കാണാതായിട്ട് 20 ദിവസം പിന്നിടുകയാണ്. ഇന്ന് 20 ദിവസത്തിലേക്ക് ഏകദേശം കടന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്തായി നിലവിലെ കാര്യങ്ങൾ എന്ന് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യ കാലങ്ങളിൽ തന്നെ അതിൻ്റെ ലൈവും കാര്യങ്ങളും ഒക്കെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓരോ ദിവസവും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. നിലവിൽ കേസ് എവിടെ എത്തി, ഏത് രീതിയിൽ അന്വേഷണം നടക്കുന്നത്, അതോടൊപ്പം തന്നെ കുറച്ച് പേരൊക്കെ കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇവർ ബന്ധുക്കൾ പോയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ നിങ്ങളെ എല്ലാവരും അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. എന്തായാലും വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ ഒന്ന് അടിച്ച് വെച്ചാൽ ഉമ്മയുടെ പുതിയ വിവരങ്ങൾ ഞാൻ എന്നാൽ കഴിയുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുക. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, നിങ്ങളെപ്പോലെ തന്നെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഉമ്മയെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ്. ഉമ്മയുടെ മുഖം മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളൊക്കെ ഈ കിടന്നിട്ട് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിൽ പോസിറ്റീവായി കാണുന്നവർ പോസിറ്റീവായിട്ട് കാണും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലേക്കാണ് നമ്മളൊക്കെ ആഗ്രഹം. അതാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളെ ഫോട്ടോസൊക്കെ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കുറേ പേര് പല സ്ഥലത്തു നിന്ന് എന്നെ അടക്കം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ അവരെ മോനായിട്ടുള്ള യാസിർ ഖാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് നിലവിലെ കാര്യങ്ങളെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടി കേട്ടോ. ഓരോ ദിവസവും ഞാൻ വിളിക്കാറുണ്ട്, പക്ഷേ എല്ലാ ദിവസവും ഞാൻ നിങ്ങളോട് അതിൻ്റെ വിവരങ്ങളൊന്നും പറഞ്ഞു വരാറില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുവരെ എത്തിയിട്ടും എന്താണ് പുതിയ വിവരം ആഗ്രഹിക്കുന്നവരുണ്ട് ഒരുപാട് അല്ലേ. അപ്പോൾ ഷൊർണൂർ കണ്ടു എന്ന് പറഞ്ഞ് 2-3 പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവർ ഫാമിലിയിൽ ഉള്ള അംഗങ്ങൾ ഷൊർണൂർ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് അന്വേഷിച്ച ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ പല രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ട്രെയിനിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ അവിടെ നിന്ന് കൂൾബാറിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ അയച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ഉമ്മയാണോ അല്ലയോ എന്നുള്ള രീതിയിൽ മോനും ബന്ധുക്കളൊക്കെ പോയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ CCTV ഒക്കെ പരിശോധിച്ച ശേഷം അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഉമ്മയല്ല, ഉമ്മയ്ക്ക് ശരിക്കും നടക്കാൻ പോലും പറ്റാത്തവരാണ്. അപ്പോൾ അതൊന്നും ഉമ്മയല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മുഖം കണ്ടപ്പോൾ ഇവർക്കൊക്കെ മനസ്സിലായെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ ഒരു കണ്ടു എന്ന് പറഞ്ഞ് ഇവരെ വിളിക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, വളരെ നല്ല കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ശരിക്കും മുഖം അറിയില്ലെങ്കിൽ പോലും ഏകദേശം ഒരു രൂപസാദൃശ്യം അല്ലേ അവരെ മുഖമായിട്ട് തോന്നുന്നങ്ങൾ അത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നുണ്ടല്ലോ കുറേ പേര്. അങ്ങനെ നിങ്ങൾ കാണിക്കുന്നതിൽ എന്താ പറയുക, 1 കോടി പുണ്യം കിട്ടും നിങ്ങൾക്ക്. കാരണം നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഞാനതുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഉമ്മയുടെ മുഖമൊക്കെ ഒന്ന് കയറ്റി വെക്കുക. ഈ പരിസരങ്ങൾ ഇനി എവിടെയും തിരയാൻ ബാക്കിയില്ല. ഇപ്പം മോനോട് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഏതായാലും മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്ത് അതിൻ്റെ രീതിയിൽ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പിന്നെ പ്രത്യേകിച്ച് സ്ഥലം MLA ആയിട്ടുള്ള ബഹുമാനപ്പെട്ട KPA മജീദ് സാർ അവിടെ വീട്ടിൽ വന്ന് സന്ദർശിച്ച് സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തി. എന്തായാലും അവരുടെ ഭാഗത്തുനിന്നും 100% ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെതായ രീതി നടക്കുന്നുണ്ട്. പോലീസിൻ്റെ അന്വേഷണം ഞാൻ പറഞ്ഞല്ലോ, മലപ്പുറം SP-ക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ പോലീസ് സംഘമൊക്കെ വീട്ടിലേക്ക് വരലും അതിൻ്റെതായ രീതിയിൽ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടാവും. എന്തായാലും ഇവർ ഇത് ഗൗരവമായിട്ട് എടുക്കാണ്ടിരിക്കൂല. അപ്പം നമ്മളൊക്കെ ഉള്ളിനുള്ളിൽ ഇത്രയും ദിവസമായിട്ട് എവിടെ പോയി ഉമ്മ എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മയെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് അവർക്ക് തന്നെയുള്ള പോലീസുകാരെ ഇത് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഇതിലേറ്റവും വലിയ മാനക്കേട് അവരെ കയ്യിലാണ്. ഇനി ഭാഗത്തുനിന്ന് നല്ല അന്വേഷണവും കാര്യങ്ങളൊക്കെ അവർ ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പോലീസുകാരെ ഒന്നും പറയാനില്ല. അവർ ഇത് മിസ്സിംഗ് ആയ അന്ന് മുതൽ അവരെ ഭാഗത്തുനിന്ന് പല രീതിയിൽ അവർ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കേസും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേലെ നിന്നുള്ള വിളി കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് ഉണ്ടാവും. അപ്പോൾ മലപ്പുറം SP-യുടെ നേതൃത്വത്തിൽ എന്തായാലും അന്വേഷണം അതിൻ്റേതായ രീതിയിൽ പോകുന്നുണ്ടാവും. അതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്കൊന്നും കിട്ടിയിട്ടില്ല. പുതിയ വിവരങ്ങൾ കിട്ടുമ്പോൾ എന്തായാലും നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞെത്തിക്കേണ്ടത്. ഇപ്പം നിലവിൽ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാൻ ഒരു 10-20 മിനിറ്റ് ഞാൻ മോനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംസാരിച്ച കാര്യങ്ങൾ ഞാനിവിടെ വെക്കുന്നില്ല. അപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക ആ പൊന്നുമ്മാനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്, ജീവനോട് കൂടി കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ആ വീടിൻ്റെ മുന്നിൽ ഞാൻ പറഞ്ഞില്ല റോഡാണ്. അപ്പോൾ ആ റോഡിൽ നിന്ന് കൂടി കയറിയിട്ട് പോയി എന്തോ എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയില്ല.
ഒരു പിടുത്തം കിട്ടാത്തൊരു സാഹചര്യമാണ്. ഇത്രയും ദിവസമായിട്ട് ആ ഉമ്മാൻ്റെ ഒരു പൊടി പോലും ഇല്ല എന്നുള്ളതാണ്. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് അല്ലേ. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ഒപ്പം പറ്റുന്നവരൊക്കെ ഈ ഒരു ലിങ്ക് കൂടി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും മറ്റുള്ള വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും മറ്റ് പേഴ്സണലായിട്ട് അയക്കാൻ പറ്റുന്നവർക്കൊക്കെ അയച്ചു കൊടുത്ത് മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ എത്തിച്ചിട്ട് ഞാൻ ഈ മുഖം ഇതിൻ്റെ കൂടെ തന്നെ വെക്കുന്നുണ്ട്. അത് കൂടുതൽ ആളുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കൂടി തന്നെയാണ്. എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് പുതിയ വിവരങ്ങൾ നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ പലരും ചിന്തിക്കുന്നുണ്ടാവും, കിട്ടിയിട്ടുണ്ടാവും, അതാണ് അതിനെപ്പറ്റി വിവരമൊന്നും ഇല്ലാത്തതെന്നുള്ളത്, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഉമ്മയെ കിട്ടിയിട്ടില്ല എന്ന് കൂടി വളരെ വേദനയോട് കൂടി ഞാൻ പറയുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല, കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. ഉമ്മയെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് പടച്ചവനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനി ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് കൂടുതൽ വിവരങ്ങൾ, ഇപ്പോൾ കേസിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ ഒത്തു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയിക്കേണ്ടത്. ഇപ്പം നിലവിലെ കാര്യങ്ങളാണ് ഞാൻ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അവരെ ബന്ധുക്കളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഇതിൻ്റെ റെസ്ക്യൂ ടീമാണെങ്കിലും പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാവരുടെ ഭാഗത്തുനിന്നും ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അത്രത്തോളം മനുഷ്യ മനസ്സുകളിൽ, അതായത് നന്മയുള്ള ആളുകളുടെ മനസ്സുകളിൽ ഒരു വിങ്ങലായി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു പ്രായം ചെന്ന ഒരു ഉമ്മയെ കാണാനില്ല എന്ന് പറയുന്നത്. ഇത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. കണ്ടെത്താൻ ഇത്രയും ദിവസമായിട്ട് കണ്ടെത്തിയിട്ടില്ല, അതൊരു വേദന തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അറിയിക്കാം. ഇതാണ് ഇപ്പോൾ നിലവിൽ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ.